മാത്തമാറ്റിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാത്തമാറ്റിക്സിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള നമ്മുടെ ആൾജിബ്രയിലെ ഒരു പാർട്ടായിട്ടുള്ള പോളിനോമിയൽസിനെ കുറിച്ചാണ്. പോളിനോമിയൽസ്, മലയാളത്തിൽ നമ്മളതിന് ബഹുപദങ്ങൾ എന്ന് പറയുന്നു. പോളിനോമിയൽസ് എന്താണ്? ഒരു പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾ പറയൂല്ലേ. ഫോർ എക്സാമ്പിൾ, പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x പ്ലസ് 1 ഒരു പോളിനോമിയലാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² പ്ലസ് 3x പ്ലസ് 5 ഒരു മറ്റൊരു പോളിനോമിയലാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3x³ പ്ലസ് 2x² പ്ലസ് സംതിങ് ഒരു പോളിനോമിയലാണ്. അപ്പോൾ പോളിനോമിയൽ എന്താണ്, ബഹുപദം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പറയും. ചോദിക്കട്ടെ, അങ്ങനെയെങ്കിൽ എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ടാം കൃതി സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് ബഹുപദം പോളിനോമിയൽ എന്താണെന്നാണ്. രണ്ടാമത് ചോദിക്കേണ്ടത് എന്താണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അല്ലെങ്കിൽ രണ്ടാം കൃതി സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാം. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളുടെ മറുപടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ നോക്കണം, ഞാൻ ജനറലായിട്ട് പോളിനോമിയലിനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. പോളിനോമിയൽ എന്ത് ചെയ്യാണ്? ഡിഫൈൻ ചെയ്യാൻ പോവാണ് ബഹുപദത്തിനെ. a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് എക്സെട്രാ പ്ലസ് an(x⁻n പ്ലസ് എക്സെട്രാ. ഈ ഫോമിനെ വിളിക്കുന്ന പേരാണ് ഒരു പോളിനോമിയൽ അല്ലെങ്കിൽ പോളിനോമിയലിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത്. റെഡി? നിങ്ങൾ നോക്കിക്കോ, a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് a3x³ പ്ലസ് എക്സെട്രാ പ്ലസ് an(x⁻n പ്ലസ് എക്സെട്രയാണ്. ഇതൊരു പോളിനോമിയലാണ്, ബഹുപദമാണ്. ആ വാക്കിൽ നിന്ന് തന്നെയുണ്ട് ബഹുപദം എന്ന് വെച്ചാൽ ഇവിടെ എക്സിന്റെ പവർ 0 ആണ് അല്ലെ. എന്ന് വെച്ചാൽ എക്സ് 0 വന്നുകൊണ്ടാണ് ഇവിടെ 1 വന്നത്. 1 × a0 ഒരു കോൺസ്റ്റന്റ്. ഇവിടെ എക്സിന്റെ പവർ 1 ആണ്, x⁻1 ആണ്. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്. ഇവിടെ എക്സിന്റെ പവർ 3 ആണ്. എക്സെട്രാ ഇങ്ങനെ പോയിട്ട് ഇവിടെ എക്സിന്റെ പവർ എന്താണ്? n ആണ്. ഈ a എന്നൊക്കെ പറയുന്നത് സം കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം ഇതാണ് ബഹുപദങ്ങൾ, പോളിനോമിയൽസിന്റെ ജനറൽ രൂപം എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ എക്സിന്റെ പവറുകൾ മാറി മാറി വരാം അല്ലെ. എക്സിന്റെ പവർ 0 വരാം, എക്സിന്റെ പവർ 1 ആവാം, ചില കേസിൽ എക്സിന്റെ പവർ 2 ആവാം, എക്സിന്റെ പവർ 3 ആവാം, എക്സിന്റെ പവർ അങ്ങനെ n വരെ എന്തുമാകാം. ആ എന്തുമാകാം എന്നുള്ളതിനെയാണ് നമ്മൾ ബഹുപദം എന്ന് പറയുന്നത്, പോളിനോമിയൽസ്. റെഡി? അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇതൊരു പോളിനോമിയലാണ്. ഇവിടെ നമുക്കറിയാം എക്സിന്റെ ഡിഗ്രി 1 ആണ്, എക്സിന്റെ പവർ 1 ആണ്. ഇത് മറ്റൊരു പോളിനോമിയലാണ്. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്. ഇത് മറ്റൊരു പോളിനോമിയലാണ്. ഇവിടെ എക്സിന്റെ പവർ 3 ആണ് അല്ലെ. നമ്മൾ ഡിഗ്രി പറയുമ്പോൾ ഏറ്റവും വലിയ വാല്യൂ ആണ് കൺസിഡർ ചെയ്യുക അല്ലെ. ഇവിടെ x⁻2 ഉണ്ട്, x⁻3 ഉണ്ട്. അപ്പോൾ ഇവിടെ വലുത് 3 ആയതുകൊണ്ട് ഇതൊരു 3-ാം ഡിഗ്രി പോളിനോമിയലാണ്. ഇതൊരു 2-ാം ഡിഗ്രി പോളിനോമിയലാണ്. ഇതൊരു 1-ാം ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിഗ്രികൾ മാറി മാറി വരും. അതിന് നമ്മൾ ടോട്ടലായിട്ട് വിളിക്കുന്ന പേരാണെന്ത്? ബഹുപദം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാണ്. പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x² പ്ലസ് 3x പ്ലസ് 2 മറ്റൊരു കേസാണ്. ഇതൊരു പോളിനോമിയലാണ്. അപ്പം ഈ പറഞ്ഞിരിക്കുന്നത് എല്ലാം ബഹുപദങ്ങളാണ്. ആരാണ്? ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോളിനോമിയൽസ് ആണ്. പോളിനോമിയൽസ് ആണ്, ബഹുപദങ്ങളാണ്. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ വാട്ട് യു മീൻ ബൈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ? ഒരു രണ്ടാം കൃതി സമവാക്യം എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഡിഗ്രി. അത് ക്വസ്റ്റ്യനെ അണ്ടർസ്റ്റുഡ് ആണ്, നമുക്കറിയാം അല്ലെ. എക്സിന്റെ ഡിഗ്രി 2 ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. എന്ന് വെച്ചാൽ ഇവിടെ എക്സിന്റെ ഡിഗ്രി 1, എക്സിന്റെ പവർ 1 ആണ്. അപ്പം ഇത് ഫസ്റ്റ് ഡിഗ്രിയാണ്. ഓക്കെ, ഇതൊരു സെക്കൻഡ് ഡിഗ്രി അല്ല. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, എക്സിന്റെ ഡിഗ്രി 2 ആണ് അല്ലെ. മാക്സിമം വരുന്നതാണ് നമ്മൾ ഡിഗ്രി കൺസിഡർ ചെയ്യുക. ഇവിടെ എക്സിന്റെ ഡിഗ്രി 2 ആണ്. അപ്പം ഇതൊരു രണ്ടാം കൃതിയാണ്, രണ്ടാം കൃതിയാണ്, സെക്കൻഡ് ഡിഗ്രിയാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോ, ഇത് എക്സിന്റെ ഡിഗ്രി 3 ആണ് അല്ലെ. ഇവിടെ നമ്മൾ പറഞ്ഞു മാക്സിമം എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ഇത് ഡിഗ്രി 3 ആണ്. ഇത് ഡിഗ്രി എന്താണ്? 3 ആണ്. അപ്പം ഇത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഇത് നമ്മൾ കൺസിഡർ ചെയ്യൂല.
അല്ലെ? ഇത് ഓക്കെയാണ് കേട്ടോ, ഇത് റെഡിയാണ്. ഇവിടെ നോക്കി നിങ്ങൾ എക്സിന്റെ ഡിഗ്രി 2 ആണ് അല്ലെ? അപ്പം ഇതൊരു രണ്ടാം കൃതി സമവാക്യമാണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുന്നത്. ദെൻ അങ്ങനെയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇത് രണ്ടാം ഡിഗ്രിയാണ് അല്ലെ? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. നിങ്ങൾക്കറിയാം എക്സിന്റെ വാല്യൂ -b പ്ലസ് ഓർ മൈനസ് √b² - 4ac/2a വെച്ചിട്ട് സോൾവ് ചെയ്യണമെങ്കിൽ അത് ഏത് ഫോമിൽ നിൽക്കണം? ഈ ax² പ്ലസ് bx പ്ലസ് c ഇസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഫോമിൽ നിൽക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് പോളിനോമിയൽ എന്ന് പറഞ്ഞു, ബഹുപദം എന്താന്ന് പറഞ്ഞു, അതിനുശേഷം സെക്കൻഡ് ഡിഗ്രി അല്ലെ, ഒരു രണ്ടാം കൃതി സമവാക്യം എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഭാഗം. അപ്പൊ നമുക്കറിയാം ഒരു ബഹുപദത്തിൽ പെട്ട ആളാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ. ബഹുപദം എന്ന് പറഞ്ഞാൽ ഒരുപാട് എക്സിന് വ്യത്യസ്ത ഡിഗ്രികൾ വരുന്ന കേസാണ് ബഹുപദം, പോളിനോമിയൽസ് എന്ന് പറയുന്നത്. അതിലെ ഡിഗ്രി 2 ആവുകയാണെങ്കിൽ അതിന് വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡിഗ്രി, രണ്ടാം കൃതി സമവാക്യം എന്ന് പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് പലപ്പോഴും എക്സാമിന് ചോദിച്ചു കാണാറുള്ളത് ഈ സെക്കൻഡ് ഡിഗ്രി റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, ഒട്ടുമിക്ക ഏരിയയിൽ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു കേസ് കൺസിഡർ ചെയ്യുകയാണ്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ എന്ത് ചെയ്യാണ്, കൺസിഡർ ചെയ്യുകയാണ്, ശ്രദ്ധിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെയെങ്കിൽ നമുക്കൊരു ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ. സോൾവ് x² മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. സോൾവ് x² മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിപ്പോൾ എന്താ പ്രത്യേകിച്ച് ചെയ്യാൻ, ഞങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ കേട്ടോ, പറയാനുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ x² മൈനസ് 5x പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0യെ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ ആരുടെ വാല്യൂ കാണാം? എക്സിന്റെ വാല്യൂ കാണാം. അപ്പോൾ നമ്മളിത് 3 മെത്തേഡിൽ ഈ സെയിം ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്, 3 മെത്തേഡിൽ. അപ്പോൾ സാറേ എന്തിനാ അത് 3 മെത്തേഡിൽ ചെയ്യണത്? അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത മെത്തേഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാമല്ലോ. ഓക്കെ, മിക്കവാറും അറിയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറയാന്നേ ഉള്ളൂ. അപ്പോൾ ഒന്നാമത്തെ മെത്തേഡ്, ഫസ്റ്റ് മെത്തേഡാണ് നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യേണ്ടത്. ഇവിടെ x² എന്ന് പറഞ്ഞ ഫോമിൽ തന്നെ നിൽക്കണം കേട്ടോ, x² എന്ന് പറഞ്ഞ ഫോമിൽ തന്നെ നിൽക്കണം ഫസ്റ്റ് മെത്തേഡ് ചെയ്യാൻ. അത് എല്ലായ്പ്പോഴും നമുക്ക് വർക്കൗട്ട് ആവണമെന്നില്ല, പക്ഷെ അതാണ് ഏറ്റവും ഷോർട്ട് എന്ന് പറയുന്നത്. മിക്കവാറും ആ ഷോർട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേസ് തന്നെ ആയിരിക്കും നമ്മളെ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ടാവുക. നമുക്കറിയാം ഇതൊരു രണ്ടാം കൃതി സമവാക്യമാണല്ലോ, കാരണം എക്സിന്റെ പവർ 2 ആണ്, സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനെ നമുക്ക് x പ്ലസ് a ഇൻറ്റു x പ്ലസ് b ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ത് എഴുതാൻ പറ്റും? x പ്ലസ് a ഇൻറ്റു x പ്ലസ് b ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. റെഡി? ദെൻ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് x² മൈനസ് 5x പ്ലസ് 6 ഇസ് ഈക്വൽ ടു 0 ആണ്, 0. ഓക്കെ, ഇനി നിങ്ങൾ നോക്കേണ്ടത് നമുക്ക് ഏതോ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള നമ്പർ കിട്ടണം. ഇവിടെയുള്ള നമ്പർ എന്ന് പറഞ്ഞാൽ 6 ആണ് അല്ലെ? ഏതോ 2 സംഖ്യ എന്നുള്ളതിന് a ഇൻറ്റു b എടുക്കുകയാണ്. ഏതോ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 കിട്ടാൻ കഴിഞ്ഞിട്ടില്ല. ഇതേ 2 സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ a പ്ലസ് b ചെയ്താൽ ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് കിട്ടണം. എക്സിന്റെ കോയിഫിഷ്യന്റ് ആരാ? 5 ആണോ? അല്ല, -5 അല്ലെ? -5 ആണ്. -5 കിട്ടണം. എന്താ നോക്കേണ്ടത്? ഏതോ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെയുള്ള 6 കിട്ടണം. അതേ 2 സംഖ്യകൾ ആഡ് ചെയ്താൽ ഈ എക്സിന്റെ കോയിഫിഷ്യന്റ് ആയിട്ടുള്ള -5 കിട്ടണം. അങ്ങനെയെങ്കിൽ സംഖ്യകൾ ആരാന്നാണ്. ഓക്കെ, നമുക്ക് ആലോചിച്ചാൽ അറിയാം, 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6, അത് ആഡ് ചെയ്യുമ്പോൾ -5 എന്ന് പറഞ്ഞാൽ നമ്പർ ക്ലിയർ ആണ്. a -2 ആവും, b എന്തായിരിക്കും? -3 ആയിരിക്കും. നോക്കിയാൽ നിങ്ങൾ -2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ 6 ആണ്. -2 പ്ലസ് -3 എന്ന് പറഞ്ഞാൽ എന്താണ്? -5 ആണ്. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? x പ്ലസ് a ഇൻറ്റു x പ്ലസ് b ഇസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. x പ്ലസ് a എന്ന് പറഞ്ഞാൽ ആരാ? എയുടെ വാല്യൂ -2 ആണ്. ഇൻറ്റു x, b എന്ന് പറഞ്ഞാൽ ആരാ? -3 ആണ്, ഈസ് ഈക്വൽ ടു 0 എന്ന് എഴുതാൻ പറ്റും. റെഡി? ദെൻ ഇവിടെ ഈ 2 ആളുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് 0 കിട്ടുന്നത് ആണല്ലോ. നിങ്ങൾ നോക്കിക്കേ, 2 ഇൻറ്റു 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 2ഉം 3ഉം 6ന്റെ ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങൾ. 4 ഇൻറ്റു
2 എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 4ഉം 2ഉം 8ന്റെ എന്താണ് ഫാക്ടേഴ്സ് ആണ്, ഘടകങ്ങളാണ് എന്ന് പറയുന്ന പോലെ ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത്. അതുകൊണ്ട് ഇവരെ രണ്ടുപേരെയും നമ്മൾ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് എന്ന് പറയും, ഘടകങ്ങൾ എന്ന് പറയും. അപ്പം ഒരു ഫാക്ടർ, ഒരു ഘടകം x-2 ആണ്, മറ്റൊരു ഘടകം ആരാണ്? x-3 ആണ്. റെഡി? അപ്പൊ ഫാക്ടേഴ്സ്, ഘടകങ്ങൾ. ഇനി നിങ്ങൾ ആലോചിക്കുക, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ 0 എന്നല്ലേ, അല്ലെ? x ഇൻറ്റു y ചെയ്യുമ്പോൾ ആൻസർ 0 കിട്ടുമെന്ന് പറഞ്ഞ ഒരു കാര്യം ഉറപ്പാണ്. ഒന്നുകിൽ x 0 ആയിരിക്കും, അല്ലെങ്കിൽ ആര് 0 ആയിരിക്കും? y 0 ആയിരിക്കും. എന്ന് പറയുന്ന പോലെ ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആണ്. അതിന്റെ അർത്ഥം എന്താ? ഒന്നുകിൽ ഇയാൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ ഇയാൾ 0 ആയിരിക്കും, അല്ലെ? അപ്പൊ നമ്മൾ പറയുന്നു ഒന്നുകിൽ x-2 0 ആയിരിക്കും, അല്ലെങ്കിൽ x-3 എന്തായിരിക്കും? 0 ആയിരിക്കും. ഒന്നുകിൽ ഇയാൾ 0 ആവണം, അല്ലെങ്കിൽ ഇയാൾ 0 ആവണം. അപ്പോഴേ ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തേ ഉള്ളൂ? 0 കിട്ടുള്ളൂ. ദെൻ നമുക്ക് x -2 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +2 ആണ്, ഓർ x -3 അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ +3 ആണ്. ഓക്കെ, ഈ എക്സിന്റെ വാല്യൂസിനെ പറയുന്ന പേരാണ് സൊല്യൂഷൻസ് എന്ന് പറയാം. സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാരം. അപ്പൊ ഫൈൻഡ് ദി സൊല്യൂഷൻ എന്നാണ് ക്വസ്റ്റ്യനിൽ കണ്ടാൽ, ഫൈൻഡ് ദി പരിഹാരം എന്നാണ് ക്വസ്റ്റ്യനിൽ കണ്ടാൽ നിങ്ങൾ കാണേണ്ടത് എക്സിന്റെ വാല്യൂ ആണ്. അതിന്റെ അർത്ഥം എന്താ? ഈ എക്സിന്റെ വാല്യൂ എടുത്തിട്ട് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ കൊടുത്താൽ 0 ആയിരിക്കും, സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ്. എക്സിന്റെ വാല്യൂ 2 എടുത്ത് ഇവിടെ കൊടുത്തു നോക്കിയേ, ആൻസർ 0 ആയിരിക്കും. 3 കൊടുത്താലും എന്തായിരിക്കണം? 0 ആയിരിക്കും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം, ഇതൊരു രണ്ടാം കൃതി സമവാക്യമാണ്. രണ്ടാം കൃതി സമവാക്യത്തിന് നമുക്ക് x+a × x+b = 0 എന്ന് എഴുതാൻ പറ്റും. ഈ ഫോമിൽ തന്നെ നിൽക്കണം കേട്ടോ, ഈ ഫോമിൽ തന്നെ നിൽക്കണം. 0 എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് നമ്മൾ നോക്കേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെയുള്ള നമ്പർ കിട്ടണത് 6 ആണ്. അതേ രണ്ട് സംഖ്യകൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെയുള്ള സംഖ്യ കിട്ടണത് -5 ആണ്. അപ്പൊ നമ്മൾ ആലോചിച്ചപ്പോൾ നമുക്ക് കിട്ടി a എന്ന് പറഞ്ഞാൽ -2 ആണ്, b എന്ന് പറഞ്ഞാൽ എന്താണ്? -3 ആണ്. അങ്ങനെയെങ്കിൽ ഈ രണ്ടാം കൃതി സമവാക്യത്തിന് x+a × x+b = 0 എന്ന് എഴുതാൻ പറ്റും, അല്ലെ? x എന്റെ വാല്യൂ നമ്മൾ -2 കൊടുത്തു, x+bയുടെ വാല്യൂ -3 കൊടുത്തപ്പോൾ ഇയാളെ കിട്ടി. അപ്പൊ ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0 കിട്ടുന്നത്. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന രണ്ടാളുകളെ വിളിക്കുന്ന പേരാണ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. റെഡി? അപ്പൊ നമുക്കറിയാം ഇവർ രണ്ടുപേരും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 0 കിട്ടേണ്ടത്. ഇത് 0 കിട്ടണമെങ്കിൽ ഒന്നുകിൽ ഇയാൾ 0 ആവണം, അല്ലെങ്കിൽ ഇയാൾ എന്താവണം? 0 ആവണം. അതാണ് അടുത്ത സ്റ്റെപ്പിൽ എഴുതിയത്. x = 2 എന്നും x = 3 എന്നും കിട്ടി. ഈ എക്സിന്റെ വാല്യൂസിനെ വിളിക്കുന്ന പേരാണ് സൊല്യൂഷൻസ് അല്ലെങ്കിൽ പരിഹാരം എന്ന് പറയുന്നത്. റെഡിയാണല്ലോ? അപ്പോ ഇനി ഞാനൊരു കാര്യം പറയാം. ഇതാണ് ചോദ്യം എന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് സൊല്യൂഷൻ കാണാനാണ് ക്വസ്റ്റ്യനിൽ. ചിലപ്പം സൊല്യൂഷൻ കാണാൻ പറയും. സൊല്യൂഷൻ കാണാന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ കാണാം, അല്ലെങ്കിൽ സോൾവ് എന്ന് പറയും. സോൾവ് എന്ന് പറഞ്ഞാലും എക്സിന്റെ വാല്യൂ കാണാം. അപ്പൊ നിങ്ങൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾ കണ്ടാൽ മതി. എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടാൽ മതി. ഇതിന്റെ ഇടയിലുള്ള ഒന്നും എഴുതണ്ട. എയും ബിയും എന്താണോ കിട്ടുന്നത് അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും ആരുണ്ടാവുക? എക്സ് ഉണ്ടാവുക. ഇപ്പൊ a -2 ആയപ്പോൾ x +2 ആയി, b -2 ആയപ്പോൾ x എന്തായി? 3 ആയി. ഇത് എക്സിന്റെ വാല്യൂ ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. എക്സിന്റെ വാല്യൂ ഇവരാണ്. അപ്പൊ എയും ബിയും എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് സൈൻ ആണെന്ന് എടുക്കേണ്ടത് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ടത്. ഈ സ്റ്റെപ്പ് ഒക്കെ എന്ത് ചെയ്യാം? സ്കിപ്പ് ചെയ്യാം. ഇതാണ് ഏറ്റവും ഈസി മെത്തേഡ്. പക്ഷേ ചില ചോദ്യങ്ങൾ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് ചെയ്താൽ കിട്ടൂല. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പോകുന്ന രണ്ടാമത്തെ മെത്തേഡ് ഉണ്ട്. ആരാണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതേ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യും. അപ്പൊ നമുക്ക് വെറുതെ ഒന്ന് എന്ത് ചെയ്യാം? സോൾവ് ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതേ ക്വസ്റ്റ്യൻ മറ്റൊരു മെത്തേഡിൽ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് അറിയുന്ന മെത്തേഡാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും ഷോർട്ടസ്റ്റ് മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. പക്ഷെ അത് എല്ലാ കേസിലും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല, അല്ലെങ്കിൽ നമുക്കത് ആലോചിച്ചാലും മൈൻഡിൽ വരണമെന്നില്ല. അപ്പൊ ആ സമയത്ത് നമുക്ക് ഏറ്റവും എളുപ്പം യൂസ് ചെയ്യുന്നത് ആരാണ്? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, ദ്വിമാന സമവാക്യമാണ്. നിങ്ങൾക്കറിയാം ax² + bx + c = 0 ആണെങ്കിൽ ഇവിടെ എക്സിന്റെ സൊല്യൂഷൻ കാണാൻ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ x = -b ± √b² - 4ac/2a എന്നാണ് എന്ന് നിങ്ങൾക്കറിയാം. റെഡിയാണല്ലോ? അപ്പോ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. -b ± √b² - 4ac/2a ആണ്. നിങ്ങൾക്ക് അറിയാം. എന്നാലും ചില ആളുകൾക്കുള്ളൊരു കൺഫ്യൂഷൻ ആണ് ഈ -b എവിടെ നിൽക്കുക. ചില ആളുകൾ -b ഇവിടെ കോമൺ ആയിട്ട് എഴുതി വെക്കും. -b നിൽക്കുന്നത് ന്യൂമറേറ്ററിലാണ്, മാറിപ്പോകരുത്. അപ്പോൾ ഈ ചോദ്യത്തിൽ എയുടെ പൊസിഷനിൽ ആരാളുള്ളത്? എയുടെ പൊസിഷനിലുള്ളത് 1x² ആണ്, 1 ആണ്.
ബിയുടെ പൊസിഷനിൽ ആരാളുള്ളത് -5x ആണ്, -5 ആണ്. സിയുടെ പൊസിഷനിൽ ആരാളുള്ളത് 6 ആണ്. റെഡി? അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ ഒന്ന് കാണാം. ഇസ് ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ -5 ദാറ്റ് ഈസ് +5 പ്ലസ് ഓർ മൈനസ് റൂട്ട് ബി സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ -5 സ്ക്വയർ ദാറ്റ് ഈസ് 25 മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി. 4 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 1, 4 തന്നെയാണ്. 4 ഇൻറ്റു സി ദാറ്റ് ഈസ് 6 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 24 ആണ്. ബൈ 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് 2 ആണ്. 2 ആണ്. ഇസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് റൂട്ട് 25 മൈനസ് 24 എന്ന് പറഞ്ഞാൽ റൂട്ട് 1 ആണ്. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ബൈ 2 ആണ്. ഇസ് ഈക്വൽ ടു നമുക്ക് ഒന്നുകിൽ 5 പ്ലസ് 1 ദാറ്റ് ഈസ് 6/2 എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ 5 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4/2 എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. എക്സിന്റെ വാല്യൂ 3 അല്ലെങ്കിൽ 2 ആയിരിക്കാം. ഇത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. അപ്പോൾ നമ്മൾ സെക്കൻഡ് മെത്തേഡ് നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് പരിചയപ്പെട്ടു എന്ന് മാത്രം. ഞാൻ ചോദിക്കട്ടെ, ഇത് എപ്പോഴാണ് യൂസ് ചെയ്യുക? നമുക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് നമുക്ക് നടക്കുന്നില്ല, ഈസി ആയിട്ട് നമ്മളുള്ള ടെക്നിക്കുകൾ കിട്ടുന്നില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് യൂസ് ചെയ്യാൻ ആരാണ്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഇതാകുമ്പോൾ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ലോജിക്കലായിട്ട് ആലോചിക്കാനൊന്നുമില്ല. ആകെ ചിലപ്പോൾ സ്ക്വയർ റൂട്ടിന്റെ വാല്യൂക്ക് വലിയ വാല്യൂ വരുമ്പോൾ അത് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെയിം ക്വസ്റ്റ്യൻ 2 മെത്തേഡിൽ പറഞ്ഞു. ഞാൻ ഇനി ഒരു മെത്തേഡിലും കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, പറയാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചോ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഒരു തേർഡ് ടൈപ്പ് കൂടെ എന്ത് ചെയ്യാണ്, പരിചയപ്പെടാൻ. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഒരു പുതിയ മെത്തേഡ്. നല്ല മെത്തേഡാണ് കേട്ടോ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇത് മനസ്സിലാക്കി വെക്കണം, നന്നാവും. നമുക്ക് ഫാക്ടറൈസേഷൻ ഘടകങ്ങൾ കാണാൻ ചോദിച്ചാലും സൊല്യൂഷൻ കാണാൻ പറഞ്ഞാലും ഒക്കെ ഈ മെത്തേഡ് യൂസ് ചെയ്യാം. എനിക്ക് ഈ 3 മെത്തേഡിൽ എല്ലാം ഇഷ്ടമാണ്, പക്ഷെ ഒന്നും കൂടെ ഒരു വെറൈറ്റി മെത്തേഡായിട്ട് തോന്നിയിട്ടുള്ളതാണ് 3 മെത്തേഡ്. ഇത് കുറച്ച് ആളുകൾക്കൊക്കെ അറിയാം, എന്നാലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കറിയാം, തന്ന ചോദ്യത്തിൽ ഇവിടെ എയുടെ സ്ഥാനത്ത് 1 ആണെന്ന് നമ്മൾ പറഞ്ഞു, അല്ല ബിയുടെ സ്ഥാനത്ത് -5 ആണ്, സിയുടെ സ്ഥാനത്ത് 6 ആണെന്നും പറഞ്ഞു. റെഡി ആണല്ലോ. ദെൻ നമുക്ക് സോൾവ് ചെയ്യാനുള്ള ആരാണ്? x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ആണ്. ഇയാളെയാണ് സോൾവ് ചെയ്യേണ്ടത്. എടാ, നമ്മൾ ഈ മെത്തേഡിന് ഒരു പേര് കൊടുക്കുക കേട്ടോ. പേര് കൊടുക്കുകയാണ്. നമ്മുടെ മെത്തേഡിന്റെ പേരെന്ന് പറയുന്നത് AC മെത്തേഡാണ്. ഏത് മെത്തേഡാണ്? AC മെത്തേഡ്. അപ്പോൾ നമ്മുടെ മെത്തേഡിന്റെ പേരെന്താണ്? AC മെത്തേഡാണ്. പേര് AC മെത്തേഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ AC എന്താന്ന് കാണണം. AC എന്താന്ന് കാണണം. AC എന്ന് പറഞ്ഞാൽ എന്താ? AC എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 6 ആണ്. അപ്പോൾ AC 6 ആണ് AC മെത്തേഡ്. റെഡി? ദെൻ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, നമ്മുടെ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ മിഡിലുള്ള ആള് -5 ആണ്. മിഡിൽ ആരാളുള്ളത്? -5 ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമുക്ക് 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. അതേ 2 സംഖ്യകൾ ആഡ് ചെയ്താൽ ഈ മിഡിലുള്ള വാല്യൂ കിട്ടണം. മിഡിൽ ആരാളുള്ളത്? -5 ആണ്. അപ്പൊ ആരാ ഉണ്ടാവുക? -2 -3 ആണ്. അല്ലെ? നമുക്കറിയാം -2 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ +6 ആണ്. -2 -3 ആഡ് ചെയ്താൽ ആരാ കിട്ടുക? -5 ആണ്. റെഡി? റെഡി. അപ്പോൾ നമ്മൾ ഒന്നും കൂടെ ഞാൻ ഇതിനെ ഒന്ന് പറയാം. നമുക്ക് സോൾവ് ചെയ്യേണ്ടത് x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0 ആണ്. എ എന്ന് പറയുന്നത് 1ഉം ബി എന്ന് പറയുന്നത് -5ഉം സി എന്ന് പറയുന്നത് 6ഉം ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാധനത്തിനെ പുതിയൊരു മെത്തേഡ് വെച്ചിട്ട് സോൾവ് ചെയ്യാണ്. ആ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് AC മെത്തേഡ്. AC എന്ന് പറഞ്ഞാൽ A ഇൻറ്റു സി ആണ്. ദാറ്റ് ഈസ് 1 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പൊ 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം. അതേ സംഖ്യകൾ ആഡ് ചെയ്താൽ ഈ മിഡിലുള്ള -5 കിട്ടണം. ദാറ്റ് ഈസ് -2 -3 ആണ്. അണ്ടർസ്റ്റുഡ് ആണ്. നേരത്തെ പറഞ്ഞതിന്റെ ആദ്യം പറഞ്ഞതിന്റെ വേറൊരു രൂപം, അല്ലെങ്കിൽ ആദ്യം പറഞ്ഞതിനെ വേറൊരു രീതിയിൽ പറയാം. അതാണ് നമ്മുടെ AC മെത്തേഡ് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ. അപ്പോൾ നമ്മൾ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യാം കേട്ടോ. റീറൈറ്റ് ചെയ്യാണ്. നിങ്ങൾ നോക്കിക്കോ, x². ഈ -5x പകരം നമുക്ക് -2x -3x ചെയ്തല്ലോ. എടാ, ഈ മിഡിലുള്ള -5x പകരം എന്ത് ചെയ്താം? -2x -3x എഴുതാം. അപ്പൊ നമ്മൾ മിഡിലുള്ള ഈ ടേമിന് പകരം -2x -3x എന്ന് എഴുതാണ്. ഓക്കെ ആണല്ലോ. ഇനി കൂടെ ഇവിടെ ആരാ ബാക്കിയുള്ളത്? +6 ഈക്വൽ ടു 0 ആണ്. ഓക്കെ. ദെൻ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമുള്ള 2 ഗ്രൂപ്പ് ആക്കുക, പിന്നുള്ള 2 ഗ്രൂപ്പ് ആക്കുക. എന്താ ചെയ്യേണ്ടത്? ആദ്യമുള്ള 2 ഗ്രൂപ്പ് ആക്കി, പിന്നുള്ള 2 ഗ്രൂപ്പ് ആക്കി.
അപ്പൊ ആ ഗ്രൂപ്പ് ആക്കിയതിൽ കോമൺ ആയിട്ടുള്ള ആൾ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുക്കുക. ഇവിടെ x² - 2x, അതിൽ കോമൺ ആരാ? ഇവിടെ x ഉണ്ട്, ഇവിടെ x ഉണ്ട്. എക്സിനെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് എടുത്താൽ ഇനി ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? x ആണ്. ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? -2 ആണ്. റെഡി? ഇനി ഇവിടെ ആരാ കോമൺ ആയിട്ടുള്ളത്? രണ്ടിലും നമുക്കറിയാം -3 ഉണ്ട് അല്ലെ? രണ്ടിലും -3 ഉണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് -3 എടുക്കുകയാണ്. ബാക്കി ആരാ ഉള്ളത് അവിടെ? ഇവിടെ x ആണ്. ഇനി ഇവിടെ ആരാ ബാക്കി ഉണ്ടാവുക? -2 ആണ്. കാരണം -3 × x എന്ന് പറഞ്ഞാൽ -3x ആണ്. -3 × -2 എന്ന് പറഞ്ഞാൽ +6 ആണ്, =0 ആണ്. ദെൻ ഇവിടെ നിങ്ങൾ കണ്ടോ, ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആള് സെയിം ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു ഫാക്ടർ അല്ലെ? ഈ രണ്ടും സെയിം ആയിരിക്കും ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ആള്. അപ്പം ഒരു ഫാക്ടർ ആ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളതാണ് x - 2 ആണ്. ഇനി ബാക്കി ആരുള്ളത്? ഒരു x ഉണ്ട്, -3 ഉണ്ടല്ലോ. അതാണ് അതിന്റെ സെക്കൻഡ് ഫാക്ടർ, ദാറ്റ് ഈസ് x - 3 ആണ്, =0. റെഡി? അപ്പൊ ഫാക്ടേഴ്സ് ഒന്ന് x - 2 ആണ്, സെക്കൻഡ് ഫാക്ടർ x - 3 ആണ്. അപ്പോൾ ഇവിടെ എക്സിന്റെ വാല്യൂ എന്താ ഉണ്ടാവുക? എക്സിന്റെ വാല്യൂ ഉണ്ടാവുക 2 ആണ്. അതുപോലെ ഇവിടെ എക്സിന്റെ വാല്യൂ ഉണ്ടാവുക 3 ആണ്. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ, പരിഹാരം എന്ന് പറയുന്നത്. നല്ല മെത്തേഡാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ചെയ്ത മെത്തേഡിന്റെ പേര് AC മെത്തേഡാണ്. ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആദ്യം കാണേണ്ടത് AC ആണ്. A × C എന്ന് പറഞ്ഞാൽ 1 × 6 എന്ന് പറഞ്ഞാൽ 6 ആണ്. ദെൻ നോക്കേണ്ടത് മിഡിൽ ആരാ വരുന്നത്? -5 ആണ്. അപ്പൊ നമുക്ക് രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ -5 കിട്ടണം. സോറി, മൾട്ടിപ്ലൈ ചെയ്താൽ 6 കിട്ടണം, ആഡ് ചെയ്താൽ -5 കിട്ടണം. സംഖ്യകൾ -2 -3 ആണ്. റെഡി? അപ്പൊ നമ്മൾ അതിനെന്താക്കി? x² അല്ലെ? -5x-നെ -2x എന്നും -3x എന്നും എഴുതി, +6. എന്നിട്ട് ആദ്യത്തെ രണ്ടെണ്ണത്തിനെ ഗ്രൂപ്പ് ആക്കുക, പിന്നുള്ള രണ്ടെണ്ണത്തിന് എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്യാം. അപ്പൊ ആദ്യത്തെ ഗ്രൂപ്പിൽ ഒരു കോമൺ ഉണ്ടാവും. ഇവിടെ രണ്ടിലും കോമൺ x ആണ് പുറത്തേക്ക് എടുത്ത്, ബാക്കി ഇവിടെ x ഉണ്ടാവും, ഇവിടെ -2 ഉണ്ട്. എന്ന പോലെ രണ്ടാമത് ഗ്രൂപ്പ് ആക്കി വെച്ചാലുണ്ടല്ലോ, അതിലും ഒരു കോമൺ ഉണ്ടാവും. ഒന്ന് -3 ആണ്, അതിന് പുറത്തേക്ക് എടുത്ത്, ദെൻ ബാക്കി x - 2 ആണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു ഇതിന്റെ ഒരു ഫാക്ടർ ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വന്ന ആളുകളാണ്, അത് സെയിം ആവും, അത് x - 2 ആണ്. പിന്നെ ബാക്കിയുള്ളത് x - 3 ആണ്, അതാണ് ഇതിന്റെ രണ്ടാമത്തെ ഫാക്ടർ, =0. അപ്പോൾ x - 2 ഒരു ഫാക്ടർ ആണ്, x - 2 രണ്ടാമത്തെ ഫാക്ടർ ആണ്. അങ്ങനെയെങ്കിൽ സൊല്യൂഷൻ എക്സിന്റെ വാല്യൂ 2 ആയിരിക്കും, എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? 3 ആയിരിക്കും. അപ്പൊ ഞാൻ ഈ ഭാഗം ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഈ ഭാഗം മീൻസ് ഈ ക്വസ്റ്റ്യൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഈ ചോദ്യത്തിൽ എനിക്ക് ഒരു ഉദ്ദേശമേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയുന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കുക. നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല കേട്ടോ, വീണ്ടും പറയാണ്, എളിമയോടുകൂടി തന്നെ പറയാട്ടോ, നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്തെടുത്തു എന്ന് മാത്രം. അപ്പം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കണ്ടാൽ ഏതാണ് നമുക്ക് ആ സമയത്ത് ഏറ്റവും ആപ്റ്റ്, അത് യൂസ് ചെയ്യാം. ചിലപ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് സ്മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇതൊന്നും നടക്കൂലെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ആ രീതിയിലൊക്കെ ഈ ക്വസ്റ്റ്യൻസിനെ സമീപിക്കാം. അപ്പൊ എങ്ങനെയാ ചോദ്യം ഉണ്ടാവുക? അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. എന്ന് വെച്ചാൽ ഒരു കഥ പോലെയുള്ള ചോദ്യമാണ്. ആ കഥ പോലെയുള്ള ചോദ്യത്തിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാത്തമാറ്റിക്സ് ഫോമിലോട്ട് മാറ്റണം. അപ്പൊ മാറ്റി വരുമ്പോൾ നമ്മൾ എവിടെ എത്തും? ഇതുപോലെയുള്ള ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലെത്തും. അതെങ്ങനെ സോൾവ് ചെയ്യാന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി എന്തേ പരിപാടിയുള്ളൂ? ആ കഥയെ മാത്തമാറ്റിക്സിലോട്ട് മാറ്റുന്നേ ഉള്ളൂ. റെഡി? അങ്ങനെയെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം? ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാം. റൈറ്റ് എ ക്വസ്റ്റ്യൻ. ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ 10 സെന്റിമീറ്റർ കൂടുതലാണ്. 10 സെന്റിമീറ്റർ കൂടുതലാണ്. പരപ്പളവ് 144 ചതുരശ്ര സെന്റിമീറ്റർ ആണ്. അങ്ങനെയെങ്കിൽ നീളവും വീതിയും എന്താണെന്നാണ്. അപ്പോൾ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ചതുരത്തിന്റെ നീളം വീതിയേക്കാൾ എന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് വീതി എന്തായിട്ട് എടുക്കാം? വീതി x ആയിട്ട് എടുക്കാം. നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ എത്രയാണ്? 10 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പം x + 10 ആണ്, 10 സെന്റിമീറ്റർ കൂടുതലാണ്. പരപ്പളവ് 144 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചതുരശ്ര സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ചോദ്യം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നീളം എന്താ, വീതി എന്താണെന്നാണ്. നമുക്കറിയാം പരപ്പളവ് 144 ആണ് അല്ലെ? അപ്പൊ വീതി ഇൻറ്റു നീളം ചെയ്താൽ പരപ്പളവ് കിട്ടും അല്ലെ? നമുക്കറിയാം വീതി ഇൻറ്റു നീളമാണ് പരപ്പളവ്. വീതി എന്ന് പറഞ്ഞാൽ x ആണ്, ഇൻറ്റു നീളം എന്ന് പറഞ്ഞാൽ x + 10 ആണ്, = എത്ര കിട്ടി? 144 ആണെന്നാണ് ചോദ്യത്തിൽ തന്നിരിക്കുന്നത്. നമുക്കറിയാം x × x എന്ന് പറഞ്ഞാൽ x² ആണ് അല്ലെ? പ്ലസ് x × 10 എന്ന് പറഞ്ഞാൽ 10x ആണ്, = എന്താണ്? 144 ആണ്. 144 x² + 10x 144 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ എന്തായി? -144 =
0 ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു നേരത്തെ ചെയ്ത ഫോമിലോട്ട് ഇയാൾ എത്തി. അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. 3 മെത്തേഡിൽ നിങ്ങൾക്ക് എന്താണോ ബെറ്റർ ആ മെത്തേഡ് ഇവിടെ യൂസ് ചെയ്യാം. ഞാൻ നമ്മുടെ ക്ലീഷ ആയിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ആരാണ്? -b ± √b² - 4ac/2a യൂസ് ചെയ്യാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക പറഞ്ഞു? ഇസ് ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ b 10 ആണ്. അപ്പൊ ഇത്രയായി -10 ആയി. ± b² എന്ന് പറഞ്ഞാൽ എന്താണ്? 10² ദാറ്റ് ഈസ് 100 ആണ്. -4 × a × c അല്ലെ, 4 × 1 × -4 ആണ് കേട്ടോ. ഇവിടെ ഒരു മൈനസ് വരും, ഇവിടെയും ഒരു മൈനസ് വരും, പ്ലസ് ആകും. 4 × 144 എന്ന് പറഞ്ഞാൽ എത്രയാ? 144 × 4 എന്ന് പറഞ്ഞാൽ 4 4 16, 16 17 576 ആണ്. ഇവിടെ 576 എന്ന് വരും. ബൈ 2a. 2a എന്ന് പറഞ്ഞാൽ എന്താ? 2 × a അല്ലെ. 2 × a എന്ന് പറഞ്ഞാൽ ഇവിടെ 1 ആണ്, ദാറ്റ് ഈസ് 2 ഇസ് ഈക്വൽ ടു -10 ± √676. 676/2. നിങ്ങൾ ആലോചിക്കേണ്ട എപ്പോഴും ഈ √676 എപ്പോഴും ഒരു പെർഫെക്റ്റ് സ്ക്വയറേ വരുള്ളൂ, എന്നാലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ അല്ലെ. അപ്പോൾ കുറെ സ്ക്വയേഴ്സ് നമ്മുടെ കയ്യിൽ വേണം. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുക -10 ± ഇപ്പോൾ 20ന്റെ സ്ക്വയർ ആണെങ്കിൽ 400 ആണ്, അതിനേക്കാൾ വലുതാണ്. 25ന്റെ സ്ക്വയർ ആണെങ്കിൽ 625 ആണ്. അപ്പൊ 25ന്റെ തൊട്ട് മുകളിൽ ആരാളുള്ളത്? 26. 26ന്റെ സ്ക്വയർ കാണുമ്പോൾ 26 × 26 അല്ലേ. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു 6 വരൂലേ. അപ്പൊ ഇത് ആരുടെ സ്ക്വയർ റൂട്ട് ആയിരിക്കും? 26ന്റെ സ്ക്വയർ റൂട്ട് ആയിരിക്കും. 26/2 ഇസ് ഈക്വൽ ടു നോക്കിയാൽ നിങ്ങൾ -10 അല്ലെ +26/2 അല്ലെങ്കിൽ -10 -26/2 ഇസ് ഈക്വൽ ടു -10 + 26 എന്ന് പറഞ്ഞാൽ 16 ആണ് അല്ലെ. -10 + 26 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16 ആണ്. 16/2 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഇവിടെ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക അല്ലെ. നമ്മളിപ്പോ സൈഡ് ആണ് കാണുന്നത് അല്ലെ. ലെങ്ത് ഒരിക്കലും നെഗറ്റീവ് വാല്യൂ വരൂല. അപ്പൊ അത് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ എക്സിന്റെ വാല്യൂ 8 ആണ്. എക്സ് എത്രയാണ്? 8 ആണ്. എക്സ് 8 ആണ്. അപ്പൊ നീളം എത്ര ഉണ്ടാവുക? 8 + 10 ആണ്, 18 ഉണ്ടാവും. നീളം 18 ആണ്, വീതി എന്താണടാ? 8 ആണ്. റെഡി ആണല്ലോ. അപ്പൊ ഈ ചോദ്യത്തിൽ നമുക്കിതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ. നമ്മൾ ഈ മാത്തമാറ്റിക്സ് ഫോമിൽ എത്തും ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും. അപ്പൊ ഇതിനെ ആ പറഞ്ഞ 3 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ യൂസ് ചെയ്യാൻ കാരണം ഇപ്പൊ നിങ്ങൾക്ക് 2 സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -154 അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 10 എന്നൊക്കെ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ സ്പാർക്ക് ചെയ്യാൻ പ്രയാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ യൂസ് ചെയ്യലാണ്. റെഡി? പറഞ്ഞ ക്ലിയർ ആണല്ലോ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എല്ലാ വിഷയങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ. LPSA, UPSA, KTET, LDC, LGS, പോലീസ് കോൺസ്റ്റബിൾ, മറ്റ് PC ജോലിക്ക് തയ്യാറെടുക്കുന്നവർക്കായി PC മേഖലയിൽ പ്രഗത്ഭരായ അധ്യാപകർ നടത്തുന്ന റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസുകൾ, എല്ലാ ദിവസവും ഓൺലൈൻ പരീക്ഷകൾ, എല്ലാ ആഴ്ചയും റിവിഷൻ പരീക്ഷകൾ എന്നിവ നടത്തുന്നു. ആപ്റ്റിക്സ് അക്കാഡമി, മുക്കം 9895509280. ഫ്രീ ക്ലാസുകൾക്കായി ആപ്റ്റിക്സ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ